എല്ലാവർക്കും പാറയിൽ മിക്സർ ഫാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കുളത്തിൻ്റെ വിശേഷങ്ങളാണ്. മീൻ കുളത്തിൻ്റെ ഇത് നമ്മളൊരു പുതിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനും മകളും കൂടിയാണ് ഇതാദ്യം സ്റ്റാർട്ട് ചെയ്തത്. അവളാണ് വീഡിയോക്കെല്ലാം എടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള രണ്ട് കുളങ്ങളുണ്ട്. അത് രണ്ടും കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട്, മെയിൻ്റെനൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് ഒന്നുകൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഓട് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഒരടി ആദ്യം താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഓടുകളെല്ലാം അടുക്കി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കുളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ്. ഏകദേശം ഒരു 80 സെൻറ്റിമീറ്റർ താഴ്ചയും ഉള്ള ഒരു കുളമാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച ദിവസം മാത്രമാണ് നമുക്ക് ഈ കുളത്തിൻ്റേതായിട്ടുള്ള പണികൾ ചെയ്യാൻ പറ്റാറുള്ളത്. അതുകൊണ്ട് ഇത് 3ാമത്തെ ഞായറാഴ്ചയാണ് ഇത് തുടങ്ങിയിട്ട്. ഓൾറെഡി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ളതിനാൽ പുതിയൊരു കുളം കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഉള്ള ഓൾറെഡി കയ്യിലുള്ള കുറച്ച് തിലോപ്പിയ കുഞ്ഞുങ്ങളെ താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ഇതിൽ നിക്ഷേപിക്കും. ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സഹായത്തിന് 2 ആൾ കൂടി വന്നിട്ടുണ്ട്, പെങ്ങളുടെ മക്കൾ. അപ്പോൾ ഞങ്ങൾ 4-5 ആളും കൂടി ഉണ്ട് പണിയെടുക്കാൻ. അപ്പോൾ സഹായത്തിനും കൂടി അവരുള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കുളത്തിൻ്റെ ഫസ്റ്റ് കുളം ഉണ്ടാക്കി അതിൽ അടിയിൽ ചാക്കും തുണിയെല്ലാം ഇട്ടിട്ടാണ് മുകളിൽ ടാർപോളിൻ വിരിച്ചിട്ടുള്ളത്. അതിനുശേഷം വെള്ളം നിറയ്ക്കുകയാണ്. അടിയൊക്കെ നല്ല രീതിയിൽ ഒരു സൈഡിലേക്ക് സ്ലോപ്പെല്ലാം കൊടുത്തിട്ട് അടിപൊളിയായി ടാർപ്പായൊക്കെ വിരിച്ചിട്ടാണ് വെള്ളം നിറയ്ക്കുന്നത്. കുളത്തിൻ്റെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കുന്ന പണിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ കുട്ടികൾക്കൊരു രസം എന്നോണം അവരതിൽ കളിക്കുകയാണ്, നീന്തിയിട്ടും ഇതൊക്കെ. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്, അവർക്കും നല്ല സന്തോഷമാണ്. അവർ ഫുൾ ടൈം നമ്മോടൊപ്പം എല്ലാ പണിക്കും കൂടെ ഉണ്ടാവും. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ പുതിയ സംരംഭം എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും അഭിപ്രായം പറയണം. ഇപ്പോൾ അത് നമ്മുടെ ചെറുതിനെയും കൂടി അതിലേക്ക് ഇറക്കിയതാണ്. അവൾക്കും അതിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാവരും കൂടി അതിൽ കളിച്ച് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമായി. ഫസ്റ്റ് വെള്ളം നിറച്ചിട്ട് അത് കുറച്ച് നേരം ഇട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി അത് കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇതിലിടുന്നത്. നമ്മുടെ കയ്യിലുള്ള 2ാമത്തെ ചെറിയ കുളമാണിത്. ഇത് 200 GSM-ൻ്റെ ടാർപോളിനാണ് നമ്മളിപ്പോൾ ഇതിൽ വിരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ കുളത്തിലത്തെ മീൻ കുറച്ചുള്ളത് പിടിക്കണം. അതിലുള്ള കുറച്ച് മീനുകളെ ഇതിൽ നിക്ഷേപിക്കണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.